ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലത്തെ നല്ല തിരക്കിലാണ്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയെന്ന് നോക്കാം അല്ലേ. രാവിലെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തൊന്നിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് നമ്മളെ മുരിങ്ങ മരം നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തളിരിലയാണ്. പെട്ടെന്ന് ഞാനതെല്ലാം എടുത്തു കേട്ടോ. കാരണം കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞാൽ അത് ഒന്നിങ്ങോട്ട് കൂടുതൽ എന്താ പറയുക ആയി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ അധികം മുരിങ്ങയില എടുക്കേണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. അതെല്ലാം ഒന്ന് കൊടുന്നിട്ടുണ്ട്. അതൊന്ന് ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അയില മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസാണ് കേട്ടോ. ഒരുപാട് അങ്ങ് വലിപ്പമൊന്നുമില്ലാത്ത നല്ല നാടൻ അയിലക്കുട്ടികളാണ്. അങ്ങനെ നമ്മളെ മീനൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മുരിങ്ങ പരിപ്പും മുരിങ്ങയും എന്താ പറയുക സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായി വേവിച്ച് പിന്നെ തേങ്ങ ഒന്ന് അരച്ച് ഒഴിക്കുകയാണ് കേട്ടോ. അടിപൊളി മുരിങ്ങാക്കറിയും ശരിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ അയില ഒന്ന് മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് ചട്ടിയിൽ വാഴയില വെച്ചിട്ട് അങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. പൊരിച്ച് എടുക്കണമൊന്നുമില്ല, ഒന്ന് കറിയും അല്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രുചികളാണ്. നമ്മൾ മീനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ എന്നും ഒരുപോലെ വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ച് അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അടിയിൽ ഭാഗത്ത് കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ വാഴയില തളിര് വാഴയില കേട്ടോ. നമുക്ക് കൂടുതൽ പോഷക ഗുണം കിട്ടാനും നമ്മൾ വാഴയില നല്ലതാണ്. നല്ല ഒന്ന് വെന്ത് നമുക്കത് കഴിക്കാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ വിറ്റാമിനൊക്കെ ഈ മീനിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പം നല്ല മണവും രുചിയോടുകൂടെ തന്നെ നമ്മളെ മീൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെയൊക്കെ ഒന്ന് നമ്മൾ തീയൊക്കെ നന്നായി ഒന്ന് നോക്കിയിട്ട് വേണം കത്തിക്കാൻ. പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ എണ്ണ നമ്മളെ ചട്ടിയുടെ അടിഭാഗത്തൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങ് കരിയൊന്നുമില്ല. പക്ഷേ ഇതിലൊക്കെ ഒന്ന് കരിഞ്ഞ മണം വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു മണവും രുചിയൊക്കെ കൂടുക കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ചധികം കത്തിക്കലും ആവശ്യമാണ്. അപ്പം നമ്മളെ ഉച്ചയൂണും ഒക്കെ കഴിഞ്ഞ് ഒരു 5:30 മണിക്ക് പാടത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷകരമായ ഓരോ നിമിഷം കേട്ടോ. എനിക്ക് പാടത്ത് ചെന്നാൽ കിട്ടുക നമ്മളെ കിളികളും മയിലുകളും അതുപോലെ പശുവും ആടും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ തത്തകളൊക്കെ കതിരി കൊത്തി ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ തോട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നന്നായി ഇളകണുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ മീനാന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അങ്ങനെ ഈ മനഞ്ഞിൽ പോലത്തെ മീനൊക്കെ ഉണ്ടല്ലോ, പാമ്പിൻ്റെ പോലെയൊക്കെ അല്ലേ. അപ്പോൾ അതാണോ പാമ്പാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നന്നായി ഇളകണുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ നിരീക്ഷിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് എന്ന് ഒരു ആകാംക്ഷയാണ് കേട്ടോ. ഇപ്പോൾ മീനാണോ പിന്നെ എന്താ പറയുക പാമ്പാണോ എന്നൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഇളക്കം കാണില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഇളകിയും കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലിയൊരു പാമ്പാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ തവളനെ പിടിച്ചിരിക്കുകയാണോ അതോ മീൻ പിടിച്ചിരിക്കുകയോ ഒന്നും മനസ്സിലാവണില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാമ്പ് മെല്ലെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ മനസ്സിലായി ശരിക്കും ഒരു പാമ്പ് തന്നെയാണ്, മീനൊന്നും അല്ലാന്ന് കേട്ടോ. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലേ. തോട്ടിലൂടെ ഇങ്ങനെ അടുത്ത് നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണുക.
നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടണയാൻ പോകുന്ന പക്ഷികളുടെയൊക്കെ ആ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ്. കൂട്ടം കൂട്ടമായി ഇങ്ങനെ വരുന്ന പറവകളെയൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. കൊറ്റികളും കിളികളൊക്കെ അവരുടെ കൂട്ടിലേക്ക് പോകുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ നീലാകാശം കണ്ട് നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കൊരു അടിപൊളി പപ്പായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്തെടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് കട്ട് ചെയ്തതാണ്. പക്ഷേ എന്താ പറയുക, മരുന്നിന് പോലും ഒരു വിത്തില്ല എന്ന് പറയാം കേട്ടോ. നല്ല മധുരമൊക്കെ ഉള്ളൊരു പപ്പായ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അല്ലേ. നമ്മളെ വീട്ടിൽ ഇതുപോലത്തെ ഒന്നും ഉണ്ടാവുക പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ വിത്തൊന്നും ഇതിലില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.